ഹലോ ഗായ്സ്, നമുക്കിന്ന് ഇഫ്താർ മീറ്റ് ആണ് ഗൈസ്. ആൻഡ് നമ്മളിന്ന് കോളേജിൽ നിന്ന് ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോവാണ് ഇഫ്താർ മീറ്റിന്. പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കറങ്ങാൻ പോവാന്ന്. നമ്മൾ ഇത്ര നേരത്തെ എവിടെയും പോകാൻ പാടില്ല. ഇപ്പം ഞങ്ങൾക്ക് 4:30 ആയിട്ടുള്ളൂ. അയ്യാ, ഷി ലുക്ക് ഗുഡ്. ഹലോ ഗൈസ്, എന്താ പറയാനുള്ളേ? അല്ല, നമ്മുടെ ഇഫ്താറിനെ പറ്റി എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കുട്ടികൾ കുറവാണ്. കഴിഞ്ഞ തവണയൊക്കെ ഫുള്ളായിരുന്നു. കഴിഞ്ഞ തവണത്തെ വ്ളോഗ് കൂടി ഇതിൽ ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മൾ എവിടെ പോണു? നമ്മൾ എയർപോർട്ടിൽ പോണു. ആരാണ് ഡ്രൈവർ? ബ്രോ ഡ്രൈവർ. അതെ ഗൈസ്, നമ്മൾ എയർപോർട്ടിൽ പോയി കുറച്ച് എയർപ്ലെയിൻ ഒക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോകും. ഇത്ര നേരത്തെ പോയി അവർ പണിയെടുക്കേണ്ടി വരും ഗൈസ്. അതെ, ആ പണിയെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ നമുക്ക് വ്യൂ കണ്ടിട്ട് വരാം ഗൈസ്. ചില്ല് ചെയ്തിട്ട് വരാം. നമ്മൾ ഇതുവരെ 3 പേരും ഉണ്ട് ബാക്കി. ഇന്ന് നമ്മൾ ദിവസമാണ്. അറിയോ, ഞങ്ങക്ക് വേറൊരു പോവാനൊരു വഴിയില്ല. എന്റെ അതെ, ഷീതയുടെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമില്ല. ഞാൻ പറയാം മ്യൂസിക് ഇൻട്രോ ഒരു മിനിറ്റ് ഇൻട്രോ പറയട്ടെ. ഷീതയുടെ ഡ്രൈവിംഗ് പഠനത്തിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ഡ്രൈവിംഗ് പഠിച്ചത് അതിനെക്കുറിച്ചുള്ളൊരു അനുഭവം. മിസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് സംസാരിക്കാനായിട്ട് വരുന്ന ചിരി വരെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ശരിയാട്ടോ. അതായത് സൗണ്ടും എല്ലാം അത് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ എത്തിയില്ല, കുറച്ചുകൂടി അത് കേട്ടിട്ട് ഞാൻ നമ്മൾ എത്താറായി ഗൈസ്. വഴി പറയണ ആളൊന്ന് ചതിച്ചത് ഇപ്പൊ ഫോൺ എടുത്തോണ്ടിരിക്കും. ആ വണ്ടി പോയ വഴി ഒന്നും നോക്കാനില്ല. ഗൈസ്, ഫൈനലി വി ആർ ഹിയർ. ഞങ്ങൾ എവിടെ എത്തി? എയർപോർട്ടിൻ്റെ ബാക്കിൽ നല്ല രീതിയിൽ ടേക്ക് ഓഫ് ഒക്കെ കാണാൻ പറ്റിയ സ്ഥലത്തെത്തി ഗൈസ്. അപ്പം ഞങ്ങളെല്ലാവരും ആക്ച്വലി എല്ലാ ഫ്ലൈറ്റും ഇപ്പോൾ പോയി. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു. മറ്റേ എവിടെ പരിപാടി വന്നിട്ടാൽ ഇതാ ഞങ്ങളുടെ അവസ്ഥ. എല്ലാ ഫ്ലൈറ്റും പോയി. നമുക്കിനി കുറെ പറമ്പുകൾ കാണാം. ഞങ്ങളിപ്പോൾ വാഴകളും കപ്പത്തോട്ടം വീഡിയോ എടുക്കുന്നത്. യെസ് ഗൈസ്, ഞങ്ങൾ കോളേജിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നത് ഇങ്ങനെ ആയിരിക്കും. ആദ്യമായിട്ടായിരിക്കില്ലേ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ വാക്ക് വേയിൽ വന്നിട്ടുണ്ട്. വിത്ത് മോമോ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ കഴിഞ്ഞ തവണ അവിടെ ഞങ്ങൾ കൊണ്ടുപോയതാണ്. യെസ് യെസ്, ഞങ്ങൾ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ ബാക്കിൽ നിന്നിട്ട് വരാനാണ്. എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകാം. മോമോ ഫസ്റ്റ് ടൈം ആയിരിക്കും ഞങ്ങളിപ്പോൾ ഇങ്ങനെ വന്നത്. മോമോ എന്താ പറയാനുള്ളത്? എനിക്ക് നല്ല സന്തോഷമുണ്ട് ഒരിക്കലും വരാൻ പറ്റാത്ത സ്ഥലത്ത് വന്നതിന്. നിനക്ക് ഒരിക്കലും വരാൻ പറ്റാത്ത? ഇവിടെ ഒന്നും അങ്ങനെ ആള് വരാറൊന്നുമില്ല. ഓക്കെ, സോ ഞങ്ങൾ ഇവിടെ അവിടെ ഞാനും അവിടെയൊക്കെ വരാറുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് തോന്നുന്നു കുഞ്ഞില്. മിസ്സിന് ഒരു പിടിക്കാനുള്ള പ്ലാനിലാണ്. അതെ, ഹരമായ ഗ്രാമം. ഇതാണ് റൺവേ. പക്ഷെ ഇപ്പൊ വണ്ടിയില്ല. നമുക്ക് നിന്നെടുത്ത് എയറോപ്ലെയിൻ ഇല്ല ഗൈസ്. പ്രയോറിറ്റി വേണം. ഗൈസ് നോക്ക്, ഗൈസ് ഇനി നമുക്ക് തിരിച്ചു പോവാം. ഇപ്പോൾ കുറച്ച് അതെ, ഒരുവിധം സൺസെറ്റ് ആവാറായി. വിച്ച് മീൻസ് നമുക്ക് നോമ്പ് ഇറങ്ങാൻ ടൈം ആവും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാൻ തോന്നുന്നു. എനിക്കറിയില്ല, അതിൽ വഴി അറിയില്ല ഗൈസ്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം. കോളേജിൻ്റെ അടുത്ത് തന്നെയാണ്. സോ നമുക്ക് തിരിച്ച് കോളേജിൻ്റെ വഴിക്ക് പോവാം ഗൈസ്. എന്നിട്ട് നോമ്പ് തുറക്കാം. അവിടെ പോയി നമുക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമ്മളെ ഇത്തവണ കുറേ പേരില്ല. അപ്പോൾ ഗേൾസ് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഹെൽപ്പൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അവന്മാരെല്ലാം ചെയ്തോളും.
ഗൈസ് ഞങ്ങൾ അങ്ങനെ ഫൈനലി എത്തി. അതെ ഗൈസ്, ഞങ്ങൾ ഇതാണ് നോമ്പോർക്കാൻ പോണ വീട്. ഗൈസ് ഫൈനലി നമ്മളെത്തി. പണിയെടുക്കാൻ വരും ഓരോരുത്തർ ഓരോരുത്തർ എടുത്തു തുടങ്ങി ഗൈസ്. ഞാൻ വ്ളോഗർ മാത്ര, ഞാൻ വ്ളോഗ് എടുക്കാം ഗൈസ്. കണ്ടിന്യൂ പോയി. ഓക്കെ ബൈ ഗൈസ്. നമുക്ക് പണിയെടുക്കുന്ന വീഡിയോസ് കാണാം. അതെ അതെ, ഇവള് 24 മണിക്കൂർ. ഗൈസ് മോമ ഫുൾ ടൈം അടുക്കളയിൽ നിന്ന് പണിയെടുക്കണം ഗൈസ്. അയച്ചു കൊടുക്കണം. ഇവിടെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. കണ്ട പോട്ടെ. ഇതൊന്നും ഞങ്ങൾ സഞ്ജീവ് ഹായ്. അതെന്തൊക്കെ വിളമ്പുണ്ട് ഗൈസ്. പോള് കള്ള നോമ്പ് എടുത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. പോളിന് ഫുൾ നോമ്പാ. എന്താ ക്ഷീണിച്ച് ചെറുതായിട്ട്. കഴിച്ച് ഞങ്ങളുടെ നോമ്പറ. ഗൈസ് ഞങ്ങൾ നോമ്പ് പറഞ്ഞു. ഇനി ഫോട്ടോ സെഷൻസ്. ഏത് കളറാ? നിനക്ക് വേണോ? ഇട്ടോ ഒന്നുമില്ല. ഹായ് പറ. ഈ വെകളി പറയുന്നത് കേട്ടോ ഗൈസ്. മഴയത്ത് ഫുഡെടുത്തോണ്ട് ഓടാം. മഴയായിട്ട് ഫുഡെടുത്തോണ്ട് ഓടുവാണ് ഗൈസ് എല്ലാരും. മഴ നമ്മളെ വിട പറഞ്ഞു പോകും. അതെ ഗൈസ്. നോമ്പുകൾ തന്നെയായിരുന്നു ഗൈസ്. ഇവന് ഫോണിന് നോമ്പുണ്ടായിരുന്നില്ല ഗൈസ്. ഒരു നോമ്പുണ്ടെന്ന് അവരെ പറ്റിച്ചു എല്ലാരും. എന്റെ പൊന്നോളെ ഞാൻ നോമ്പ് നോക്കിയുള്ള സത്യം കറക്റ്റായിട്ട് മനസ്സിലായപ്പോ റമീസാറ് കരഞ്ഞു. അവരെ കരഞ്ഞേ കുറ്റബോധം. രണ്ട് സമൂസ മാഡാങ്കോസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഷിസിന് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഒരു ബ്ലോഗുണ്ട്, ഈ 4 രൂപ അക്കൗണ്ട് ഉണ്ട്. അത് പ്രൈവറ്റ്. മഴയാണ് ഗൈസ്. ഞങ്ങൾ ഇഫ്താർ മീറ്റ് ഒക്കെ കഴിഞ്ഞ് പോയി. നമ്മൾ എവിടെയാണ് ഗൈസ്? അതെ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഭയങ്കര മിസ്റ്റീരിയസ് ആണ് വ്ലോഗ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ പുറത്താണ്, വീടൊന്നുമില്ല, കോളേജിൻ്റെ ഒരു സൈഡിലുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ നോമ്പ് തുറക്ക് വന്നതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലത്താണ് ഗൈസ്. പട്ടിയുടെ കൊരയും ഞാൻ കറൗണ്ട് കണ്ടോ ഗൈസ്. പിന്നെ അങ്ങോട്ട് ഫുള്ളൊരു എന്താ പറയുക മിസ്റ്റീരിയസ് ബന്ധം സ്ഥലങ്ങളും. ഞാനിവിടെ ഓരോരുത്തരെ ലൈക്ക് ഇങ്ങനത്തെ മിസ്റ്റീരിയസ് സ്ഥലത്താണ് വേറെ ഒന്നും ഞങ്ങളുടെ ശബ്ദമല്ലാതെ വേറെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ആൾക്കാരുണ്ട്. സാധനമുണ്ട്, ഒരു അടിപൊളി ഒരാളുടെ പ്രതിഭയ്ക്കും പേടിച്ചു ഫസ്റ്റ്. ആൻഡ് നടന്നു വരുമ്പോൾ ഭയങ്കര മിസ്റ്റീരിയസ്. ഇപ്പം തന്നെ എൻ്റെ ശബ്ദമല്ലാണ്ട്, ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന ശബ്ദമല്ലാണ്ട് ചീവിടികളുടെ ശബ്ദവും പട്ടിയുടെ വരെയും വേറെ ഒന്നും മാത്രമേ ഉള്ളൂ ഗൈസ്. കണ്ട നിങ്ങൾ കേൾക്കണില്ലേ ഇത്രയും? ശരിക്കും പേടിയാണ്. ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ലീസ്റ്റ് പേടിയുള്ള ആള്. എന്നിട്ട് പോലും ഞാൻ ആദ്യം പോകുന്നത് ഇപ്പൊ ഇവളെ വിട്ടാലും ഞാൻ പോകാതെ ഞാൻ ഇവരെ എനിക്ക് നല്ല പേടിയുണ്ട് ഇവിടെ ഒറ്റയ്ക്ക്. പക്ഷെ ഞങ്ങളുടെ ഇഫ്താർ പാർട്ടി അടിപൊളിയായിരുന്നു ഗൈസ്. ലൈക്ക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി. നല്ല ആക്ച്വലി നല്ല വൈബ് ഉണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്. നമ്മുടെ പാരൊക്കെ ഉള്ളത്
ഓരോരുത്തരും അതെ ഋഷൻ സനിയും പിന്നെ മിസ്സിരി ഉണ്ട് പിന്നെ ഞാനുണ്ട് കാണാൻ പറ്റുള്ള അത്ര ഇരുട്ടാണ് ഗൈസ്. ഈ പട്ടിക്കാട് ഇത്രയും കൂരാക്കൂരി ഇരിക്കില്ലാന്ന് വിചാരിച്ചില്ല ഗൈസ്. ആരൊക്കെയാ പോകണ്ടത്? അതെ ഇത്രയും ഇരുട്ട് ഞങ്ങള് ഇതൊക്കെ കണ്ടിട്ട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലം. ഞങ്ങള് ഫുൾ ധൈര്യവും പ്രാപിച്ച് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ആടെ ശരിക്കും ഈ സ്ഥലം കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇവിടെയൊക്കെ റബ്ബർ തോട്ടമാണത്. അതെ ഫുൾ റബ്ബർ തോട്ടം, ഒരു നടുക്ക് കൂടെ വഴിയും, ബാക്കിൽ ഒരു മിസ്റ്റീരിയസ് വില്ല. ആ സത്യം. എന്നാ അവിടെ വലിയൊരു പിള്ളേർ മാത്രമല്ല, വൈബിയും ഫുൾ സ്ഥലമാണ്. എടി ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ഒരു കാർ, മിസ്റ്റീരിയസ് കാർ. നേരത്തില്ല അവിടെ ഒരു കാറുകാരനില്ലേ, ഞാൻ പേടിച്ചു ശരിക്കും. നമ്മുടെ മിസ്ത്രീനെ ആരും വിളിക്കാനില്ലാണ്ട് അനാഥമായി നിൽക്കുവാണ് ഗൈസ് വഴിയിൽ. മിസ്ത്രിക്ക് ഈ നിമിഷത്തിൽ എന്താണ് മിസ്ത്രി പറയാനുള്ളത്? ഒന്നും പറയാനില്ല. മിസ്ത്രിയുടെ സ്വന്തം നാട്ടിൽ ഇതാണ് ഗൈസ് മിസ്ത്രിയുടെ അത് കാണിച്ചു കൊടുക്കല്ലേ? അതെ മിസ്ത്രിയുടെ നാട് ഇതാണ് ഗൈസ്. ആ വാപ്പിച്ചോന്ന് ആ